അപ്പോൾ നമ്മൾ മൗറീഷ്യസിൻ്റെ ഒരു ട്രിപ്പ് പോവാം. എങ്ങോട്ടാണ്? മൗറീഷ്യസ്. അപ്പോൾ നമ്മൾ മൗറീഷ്യസിന് ഒരു ട്രിപ്പ് പോവാണ്. 4 days ട്രിപ്പാണ്. ഇന്ന് ദുബായിൽ നിന്ന് 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഏകദേശം ഒരു 7 മണിക്കൂർ ഫ്ലൈറ്റ് ജേർണി ഉണ്ട്. നമുക്ക് നാളെ മോർണിംഗ് ഒരു 5 o'clock നമ്മൾ ലാൻഡ് ചെയ്യും. അപ്പം പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ടേസ്റ്റ് ചെയ്താൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കിറ്റി കൂടെയുണ്ട്. കിറ്റി കൂടെയുണ്ട് പാക്ക് ചെയ്യാനായിട്ട്. അപ്പം പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ടെൻ്റൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ടെൻ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോറ മറ്റേ ഗോഗിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നോറ കടലിൽ ചാടാൻ ഗോഗിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് കടലിൽ ചാടാനായിട്ട്. അപ്പം മൗറീഷ്യസിൻ്റെ അടിപൊളി വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും. അപ്പം ബാക്കി നമുക്ക് വഴിയെ കാണാം. എന്തായാലും ഓൺ ദി റൂട്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും ഇത്തവണ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൗറീഷ്യസ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ട് ടെർമിനൽ 3 എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞാൽ 10 മണിക്കാണ്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുള്ളൂ. ജസ്റ്റ് കറക്റ്റ് ചെക്ക് ഉണ്ടായി. നമ്മൾ ഈ ഹറിബറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് നല്ല ചെക്ക് ഇൻ ചെയ്യാം. ബാ, ഇത് ശരിക്കും ദുബായ് ടെർമിനൽ 3 ശരിക്കും മെയിൻലി ഫോർ എമിറേറ്റ് ഫ്ലൈറ്റാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒരു രക്ഷയില്ലാത്ത സ്പേസ് ആണ്. നോക്കിയാൽ എത്ര ആളോ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഈ ദുബായ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹബ്ബാണ്. ശരിക്കും ട്രാവലേഴ്സിൻ്റെ ഒരു ഹബ്ബ് എന്ന് വേണേൽ പറയാം. എമിറേറ്റ്സിൻ്റെ ഒരു ഹബ്ബാണ് ശരിക്കും ദുബായ്. അപ്പം അതുകൊണ്ട് എത്ര ആൾക്കാരെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ എത്ര സ്പേഷ്യസ് ആണ് ദുബായിലെ എയർപോർട്ടുകൾ. 3 ടെർമിനലുണ്ട്. അതിൽ ടെർമിനൽ 3 ആണ് ഏറ്റവും എന്താ പറയുക, ഏറ്റവും പോഷ് എന്ന് പറയാം. ഭയങ്കര ഹൈഫൈ ആണ്. കാണാനൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. അകത്തോട്ട് കയറുമ്പോൾ ഇതിന് സെറ്റപ്പാണ്. ഇപ്പോൾ നമ്മൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്തിട്ട് വന്ന ബാഗേജ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഈ മെഷീനിൽ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും പിന്നാറെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് നമുക്ക് വേറെ ക്യൂ ഒന്നും അധികം സമയം എടുക്കില്ല. അടുത്തെടുത്ത് വെച്ച് രണ്ടാമത്തെ ബാഗ് എടുത്ത് വെച്ച് അപ്പം ഇതിനകത്ത് കാണിക്കും വെയിങ് ബാഗ് 2 of 2. ഇത് കാണുന്നുണ്ടോ? 18 കിലോ ഉള്ളൂ. നമുക്ക് സിംഗിൾ പീസ് 23 കിലോയായിരുന്നു നമ്മുടെ. അപ്പോൾ ഇങ്ങനെ ബാഗേജിൻ്റെ ടാഗ് വരും കണ്ടോ. നമ്മളിത് ഇതിൽ ഒട്ടിക്കണം. ഇതിൽ ഒട്ടിച്ച് ഐ ഹാവ് അറ്റാച്ച്ഡ് ദി ടാഗ്. അതും പോയി. ഓക്കെ, പക്ഷെ നമുക്ക് ബോഡി മാസ് കിട്ടിയില്ല. കണ്ടിന്യൂ. ബാഗേജ് ക്ലെയിം റെസിപ്റ്റ് എക്സ്പെൻഡ്. റിസീവ് ബോർഡിങ് ഗെറ്റ് എ പ്രിൻ്റ് കോപ്പി അല്ലേ. കണ്ടിന്യൂ. ബോർഡിങ് പാസ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. 1 2 നോറയുടെ വന്നില്ലോടി. നോറയുടെ വന്നു. ഞാൻ ഈ നോറ തിരിച്ചു കൊണ്ടുവരുന്നു. യെസ്. അപ്പോൾ നമുക്ക് ബോർഡിങ് പാസും കിട്ടി. ബാ, ഇനി നമ്മുടെ ഒന്നുമില്ല. 2 ബാഗ് മാത്രം എടുത്തിട്ട് നമ്മൾ പോവാണ്. ഓക്കെ, കം. ഇപ്പോൾ ദുബായ് ടെർമിനൽ 3 ഡ്യൂട്ടി ഫ്രീ ആണ്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ നോക്കിപ്പോൾ സിഗരറ്റിൻ്റെ ഒക്കെ ഹെവി കളക്ഷൻസാണ് എല്ലാത്തിൻ്റെ. സിഗരറ്റ് പല വെറൈറ്റീസാണ്. നമ്മൾ ജന്മത്ത് പുറത്ത് നിന്നാണ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് ലിക്കർ ഷോപ്പ്. ഇവിടുന്ന് മേടിച്ച് നമുക്ക് 2 ലിറ്റർ മദ്യമാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ബൈ 2 get 1 കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ 3 നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ നല്ല ഓഫറാണ്. അതാണ് മർഹബ ലോഞ്ച്. അതിനകത്ത് കയറിപ്പോൾ ഇത് മട്ടൻ ബിരിയാണി, ചമ്മൂസ്, ഇത് ചില്ലി ചിക്കൻ, ഒരു ഷവർമ പോലത്തെ റോള്, ഇത് ചിക്കൻ സാൻഡ്വിച്ച്, അതുപോലെ ഇതൊരു അറബിക് ബീഫിൻ്റെ ഒരു കറിയാണ്. ഓക്കെ, പിന്നെ പാസ്ത. ഇത്ര സാധനമുണ്ട്. നോറേനെ വളരെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് കഴിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബിരിയാണി
ഞാൻ അടിപൊളി. നോറ കാണിച്ചു തരാമേ. നോറ കഴിക്കുന്നത് കേക്ക്. ഇതിനാണ് വേറെ ടൈപ്പ് കേക്ക്, പിന്നെ പൊട്ടറ്റോ. നല്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകണം. ബോർഡിംഗ് ഗേറ്റിലേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. 20 മിനിറ്റ്സ് വോക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഓഫ് ഉണ്ടോ, കുറച്ചധികം ദൂരം നടക്കണം. മൗറീഷ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൗറീഷ്യത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽപ്പെട്ട ഒരു രാജ്യമാണ്. ഈ രാജ്യം ലോകത്തിലെ 3ാമത് ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യ നേപ്പാളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. 48% ആൾക്കാരാണ് ഇവിടെ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്നത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ 70% ആൾക്കാരും ഇന്ത്യൻ ഒറിജിനാണ്. അതായത് ഈ മൗറീഷ്യസ് പണ്ടൊരു കോളനിയായിരുന്നു, ലൈക്ക് ഫ്രഞ്ചിൻ്റെ കോളനിയായിരുന്നു. ഈ ഫ്രാൻസുകാർ ഇവിടുത്തെ ഷുഗർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇന്ത്യൻ ആൾക്കാരെ കൊണ്ടുവന്നതാണ് ഇവിടെ ഇന്ത്യൻസ് വന്നു തുടങ്ങുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞത് ബ്രിട്ടീഷ് കോളനിയായിട്ട് മാറിയപ്പോൾ ബ്രിട്ടീഷുകാർ കൂടുതലായിട്ടും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന്, എസ്പെഷ്യലി പുതുച്ചേരിയിൽ നിന്നാണ് കൂടുതൽ ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരെ മൗറീഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാർ ഇത്രയും 70% മൗറീഷ്യത്തിലായത്. കൂടുതൽ ഒരു ഏഷ്യൻ കൾച്ചറായിരിക്കും നമുക്ക് മൗറീഷ്യത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും പോ. The one from the people around you. Everyone around you is on a holiday mood. Hello, bonsoir. Bienvenue à vous. Gentil? Yes. Laura? Ça va? How are you? I am fine. Great to have you on board. You can go. ചെല്ലു ചെല്ലു പോ. I like your unicorn. And the flowers. Wow. താങ്ക് യു. Go ahead this way. Enjoy. താങ്ക് യു. നടക്കാം 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 നടന്നോ 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 നടന്നോ. ഇതാണോ നോറ? എഫാണത്. നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഈ നോറ ഹായ് പറഞ്ഞേ. നമ്മളിരുന്നു, സെറ്റായി. കുഴപ്പമില്ല, നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട്. നല്ല ഫ്രണ്ട് റോയിലാണ് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി. അപ്പം ഇനി മൗറീഷ്യസ് ലാൻഡ് ചെയ്തിട്ട് കാണാം.
വന്നിട്ടുണ്ടാ, ഇപ്പം ഇതിലേ വരും. ഇങ്ങോട്ട് വാ, നമ്മളെ വെട്ടിപ്പോൾ ഇവിടെ വരും. ലിഞ്ചു. Yeah. How much time to take? നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ട്. ഡ്രൈവർ ചേട്ടൻ വന്ന് ഇതാണ് പുള്ളി നമ്മളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 20 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. So we are going. Good morning.